توكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ ഭാഷണയിലെ എൻ്റെ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് രണ്ട് മീറ്റിങ്ങുകളിൽ ചില പ്രയാസങ്ങൾ കാരണം പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്നിരുന്നാലും വാട്സപ്പിലൂടെയും മനസ്സുകൊണ്ടും നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, വളരെ നന്നായി തന്നെ. അത് ഞാനെന്നല്ല, ഇവിടെ ഏതൊരാളും ഇവിടെ ഇല്ലെങ്കിൽ പോലും ആ ഉള്ളവരെ വെച്ച് അതീവ മനോഹരമായി ഇത് നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കും. അതിന് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവ് കൂടെയാണ് കഴിഞ്ഞു പോയ ഒരുപാട് മീറ്റിങ്ങുകൾ. ഏറെ മനസ്സിന് പ്രയാസമുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് കൂടി നമുക്ക് കാണാൻ കഴിയും. അതായത് ഇന്നും നമ്മുടെ കൂടെ നമ്മുടെ ട്രെയിനേഴ്സും മെന്റേഴ്സും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഹൈർ. എന്നാൽ അവരില്ലെങ്കിലും അത് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് കൂടുതൽ മനോഹരമായി തന്നെ സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം പണിയെടുക്കേണ്ടതുണ്ട്. കൂടുതൽ കൂടുതൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ഞാനടക്കം ഓരോരുത്തരും അതിനു വേണ്ടിയുള്ള ഒരു പ്രയാണത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വന്ന് ഇരിക്കുമ്പോൾ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് ഓഫീസിലെ ചില പ്രയാസങ്ങളുള്ളത് കൊണ്ട് ഒരു 1.5 മണിക്കൂർ എനിക്ക് വാട്സപ്പോ മൊബൈലോ നോക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഒരു 7 മണിയായിട്ടുണ്ടാവും. ഞാൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണുന്നത് നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്ന നമ്മുടെ കുടുംബം കൂടിയായിട്ടുള്ള ബന്ധു കൂടിയായിട്ടുള്ള ഒരാളുടെ, ഒരു 50 വയസ്സുകളിലുള്ള ഒരാളുടെ ഒരാകസ്മികമായ മരണം. ആകസ്മികമായ മരണം എന്ന് പറയുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണത്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി തൻ്റെ കാറിൽ സ്വയം ഡ്രൈവ് ചെയ്ത് മദ്രസയിൽ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി, അവിടെ എന്തോ റേഞ്ചിൻ്റെ പരിപാടിയോ മറ്റോ കൊണ്ടേക്ക് അവിടെ ഒരുപാട് ഒരു 100-300 മുസ്ലിംമാർക്കൊക്കെ ഉണ്ട്. വലിയൊരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കാർ ഓടിച്ച് വരികയാണ്. വന്ന് അതിൻ്റെ അടുത്ത് വണ്ടിയൊക്കെ കറക്റ്റായി സൈഡിറക്കി വെച്ചത്, അതിൻ്റെ ഫോട്ടോ പോലും ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായി വെച്ചു. പക്ഷെ അദ്ദേഹം കാറൊന്നും ഇറങ്ങിയില്ല. ഒരാളും നോക്കിയതുമില്ല. കാരണം ഇവിടെ വലിയ തിരക്കാണ്, കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ തിരക്കൊക്കെ കഴിയുന്നവരെ ആരും ശ്രദ്ധിച്ചതുമില്ല. അതൊക്കെ കഴിഞ്ഞ് അവരുടെ മടങ്ങിയില്ല എന്ന് കണ്ടതോടുകൂടി ഡോറ് തുറന്ന് നോക്കുമ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ അടുത്ത എൻ്റെ കൊളീഗായിട്ടുള്ള തൊട്ടടുത്ത റൂമിലുള്ള ഓഫീസിലുള്ള ആളെ പോയി. അയാൾ വീട്ടിൽ പോയിട്ടും കുറേ ആയി, വെക്കേഷൻ കഴിഞ്ഞിട്ട് വരിക. കാരണം അയാളുടെ ഏട്ടൻ ഇതുപോലെ സൗദിയിലുള്ള നമ്മളെ പോലെ തന്നെ ടെലികോമിൽ വർക്ക് ചെയ്യുന്ന, IT രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ. ഇയാളുടെ ഒരു 5-6 വയസ്സ് മൂപ്പുണ്ടാവും, അത്രയേ ഉള്ളൂ. ഒരു ഗുളിക പോലും അദ്ദേഹം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ ഒരു രോഗം പോലും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് വീണ് മരിച്ചു പോവാണ്. അപ്പൊ ഇത്തരം മരണങ്ങളെ ശരിക്കും നമ്മളെ മുമ്പ് മരണത്തെ പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ ഇഷ്ടപ്പെടാതെ കടന്നു വരുന്ന ചിലരാണ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയാൻ, അതുപോലെ ചിലർ ഇൻഷുറൻസിനെ പറ്റി പറയാൻ. അവരൊക്കെയാണ് നമ്മൾ മരണത്തെ പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ കൺവെട്ടത്ത് ആളുകൾ കൊഴിഞ്ഞു വീട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നമ്മോട് ഓർമ്മിക്കാൻ കൽപ്പിച്ച ഈ ഒരു മരണത്തെ സംബന്ധിച്ച് നാം നിരന്തരം ഓർമ്മ പുലർത്തണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എനിക്കറിയാം ഇതൊരു ഉദ്ഘാടന വേദിയാണ് എന്നും, എന്നാൽ പോലും ഇത് ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം അത് എൻ്റെ മനസ്സിൽ അത്രയും ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ നന്നായി മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ
നമുക്ക് ഇത്തരം മരണങ്ങൾ വഴി സാധിക്കട്ടെ. അതുവഴി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കെല്ലാം ഇതുപോലെ ഒരുമിച്ച് കൂടാൻ സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഈ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് അൽഹംദുലില്ലാഹ് വളരെ നന്നായി നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും നന്നായി പെർഫോം ചെയ്യാൻ നമ്മുടെ കണ്ടസ്റ്റൻസിനെല്ലാം സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ ഔദ്യോഗികമായി ആരംഭിച്ചതായി പ്രഖ്യാപിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.